നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 2 ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവനയെ ചൊല്ലി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്, വലിയ വിവാദങ്ങൾ ഉടലെടുക്കുകയാണ്. തലശ്ശേരി രൂപതയും CPM-ഉം തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ജോസഫ് പാംപ്ലാനി നടത്തിയ പരാമർശങ്ങളാണ് ഈ വിധത്തിലൊക്കെ എത്തി നിൽക്കുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം കേരളത്തിലുടനീളം ഉണ്ടായി. അതിനുശേഷം പല ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഛത്തീസ്ഗഡ് സർക്കാർ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ഇടപെടൽ നടത്തിച്ചാണ് ആ കേസ് ഒടുക്കം കന്യാസ്ത്രീകളുടെ ജാമ്യത്തിലേക്കും മറ്റുമൊക്കെ എത്തിയ സാഹചര്യം സൃഷ്ടിച്ചത്. അപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോസഫ് പാംപ്ലാനി സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് സംസാരിച്ച ജോസഫ് പാംപ്ലാനി പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നന്ദി അറിയിച്ചിരുന്നു. അവർ വാക്കുപാലിച്ചു എന്ന തരത്തിൽ പരാമർശിച്ചിരുന്നു. അതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ആദ്യം ഡിവൈഎഫ്ഐ രംഗത്ത് വരുന്നു. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സഭാ നേതൃത്വം, തലശ്ശേരി രൂപതാ നേതൃത്വം വലിയ രീതിയിൽ CPM-നെതിരെ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. AKG സെന്ററിൽ നിന്നുള്ള തിട്ടൂരം അനുസരിച്ച് വേണമോ ഞങ്ങൾ പ്രതികരിക്കാൻ എന്ന ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അപ്പോൾ അതാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലം. അപ്പോൾ അതിൽ എന്താണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ എന്നത് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന്. ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം പരാമർശമുണ്ടാകുന്നത് ആ സാഹചര്യത്തിലാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പാംപ്ലാനിയുടെ ആ പരാമർശം വലിയ രീതിയിൽ വിവാദമായത് എന്നത് നോക്കണമല്ലോ. നമുക്കറിയാം, 300 രൂപ റബ്ബറിന് കിട്ടുകയാണെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞത് ജോസഫ് പാംപ്ലാനിയാണ്. അതിനുശേഷം അദ്ദേഹം അന്ന് അത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ജോസഫ് പാംപ്ലാനി കടുത്ത ഭാഷയിൽ രംഗത്ത് വരുന്നത്. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്നത് ജോസഫ് പാംപ്ലാനി ആയിരുന്നു. ഈ വേട്ടക്കാരനൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ പരാമർശം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇനി അത് നടക്കില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയത്. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന നാടകത്തിന് ഇനിയില്ല എന്നതായിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായി അന്ന് നൽകിയിരുന്ന മുന്നറിയിപ്പ്. ഭരണഘടന പശു തിന്നുപോകുന്ന സാഹചര്യം രാജ്യത്തുണ്ടായി എന്ന വിമർശനവും ജോസഫ് പാംപ്ലാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടുകളും പിന്നീട് അദ്ദേഹം പറഞ്ഞതും അന്ന് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷമാണ് കന്യാസ്ത്രീകളുടെ മോചനം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ സൗമ്യനായി എല്ലാവർക്കും നന്ദി പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ശ്ലാഘിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കേസ് പിൻവലിക്കാനുള്ള നടപടികൾ കൂടി നടത്തണമെന്ന ഒരു അഭ്യർത്ഥനയും അവർക്ക് മുന്നിൽ വെച്ചു. ഇതിനെ വിമർശിച്ച് ആദ്യം രംഗത്ത് വന്നത് ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെ നടത്തി. പാംപ്ലാനി പിതാവിനെ പോലുള്ളവരെ കാത്തിരിക്കുന്നത് ഹിറ്റ്ലറുടെ ചെയ്തികളെ പിന്തുണച്ച നിയോ മുള്ളറുടെ ഗതിയാണ് എന്നതാണ് VK സനോജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ആദ്യം ഹിറ്റ്ലറെ അനുകൂലിച്ച നിയോ മുള്ളറെ പിന്നീട് ഹിറ്റ്ലർ തടവിലാക്കുകയായിരുന്നു. അപ്പോൾ ഈ സാഹചര്യം ജോസഫ് പാംപ്ലാനിയെ കാത്തിരിക്കുന്നു എന്നതാണ് VK സനോജ് പറഞ്ഞത്. ചിലർ കേക്കുമായി RSS ശാഖയിലേക്ക് പോകുന്നു. അവിടുന്ന് ചിലർ കേക്കുമായി അരമനയിലേക്ക് പോകുന്നു. ഇരുകൂട്ടരും പരസ്പരം പരവതാനി വിരിക്കുകയാണ് എന്നും സനോജ് പറഞ്ഞു. അപ്പോൾ VK സനോജിന്റെ ഈ പ്രസ്താവന വലിയ കോളിളക്കമൊന്നും ഉണ്ടാക്കിയില്ല. സഭാ നേതൃത്വങ്ങൾ പ്രതികരിച്ചില്ല, അവർ അവഗണിച്ചു വിടുകയായിരുന്നു എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് MV ഗോവിന്ദൻ വിമർശനവുമായി രംഗത്ത് വന്നത്. പാംപ്ലാനി അവസരവാദിയാണ് എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മനംമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ ഈ നാട്ടിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പാംപ്ലാനി അപ്പം ചുറ്റി. പാംപ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ്
പമ്പളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. MP ഗോവിന്ദൻ ഈ പരാമർശം നടത്തിയതാണ് സഭാ നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. തങ്ങൾ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പരാമർശങ്ങൾ അവഗണിച്ചു വിടുകയായിരുന്നു. പക്ഷേ പാർട്ടിയുടെ സമുന്നത നേതാവ് തന്നെ ഇത്തരം ഒരു വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ വിമർശനം അവർ ഉന്നയിച്ചത്. ഞങ്ങൾ കോൺഗ്രസ് അനുകൂല സമീപനം എടുത്തപ്പോൾ, ഒപ്പം തന്നെ CPM അനുകൂല സമീപനം എടുത്തപ്പോൾ ഒക്കെ തന്നെ പിന്താങ്ങിയതാണ്. പക്ഷേ അതൊന്നും ഇരട്ടത്താപ്പല്ലേ എന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. അതുകൊണ്ടാണോ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നു. മാത്രവുമല്ല, വലിയ രൂക്ഷമായ വിമർശനം MP ഗോവിന്ദനെതിരെ വ്യക്തിപരമായി നടത്തുന്നു. ഒരാഴ്ചയെങ്കിലും പറഞ്ഞ പ്രസ്താവനയിൽ ഉറച്ചു നിന്നിട്ടുള്ള വ്യക്തിയാണോ താങ്കൾ എന്ന ചോദ്യം MP ഗോവിന്ദനെതിരെ വ്യക്തിപരമായി തന്നെ ചോദിക്കുന്നു. MP ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറിയാണ്. ഗോവിന്ദച്ചാമിയുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന ഒരു കുറ്റപ്പെടുത്തൽ കൂടി നടത്തുകയാണ് കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഫിലിപ്പ് കവിയിൽ. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കാണാം. അതായത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റുണ്ട്. ആ സ്ഥാനത്തിരിക്കുന്നയാള് ഗോവിന്ദച്ചാമി പറയുന്നത് പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഇത് വളരെ പെട്ടെന്നോ സ്വാഭാവികമായി വന്ന ഏതെങ്കിലും സംസാരത്തിനിടയിൽ വന്ന ഒരു പ്രതികരണമോ അല്ല. കാരണം സഭ അതിരൂക്ഷമായി വിമർശിക്കുമ്പോൾ തന്നെ ഈ പ്രസ്താവന ആവർത്തിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ സമാനമായ നിലയിലുള്ള രൂക്ഷമായ വിമർശനം തുടരുകയായിരുന്നു. RSSനെ അനുകൂലിക്കുന്ന ചില പുരോഹിതന്മാർക്കുമെതിരായിട്ടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം അത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണ്. ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദച്ചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത്. ഈ ഉന്നയിക്കപ്പെട്ട പരാമർശങ്ങളിൽ, ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളിൽ ആത്മാർത്ഥമായി മറുപടി പറയാൻ ഈ പുരോഹിതന്മാർക്ക് കഴിവുണ്ടോ, അതിന് ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ എന്നത് VK സനോജിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് നോക്കിയാൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധമുടന്നു. ഏറ്റവും വലിയ പ്രതിഷേധമുയർന്നത് കേരളത്തിലാണ്. അതിനുശേഷം ഒഡീഷയിൽ പാസ്റ്റർ ഉൾപ്പെടെ അറസ്റ്റിലാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നതാണ്. അപ്പോൾ ഇത് രാജ്യത്ത് തുടരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ജോസഫ് പാംപ്ലാനി ഇത്തരമൊരു നന്ദി സൂചകമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതിൽ സഭയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വിശ്വാസികളിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. നമുക്കറിയാം, ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ പോൾ കണ്ണൂക്കാടൻ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നതാണ്. അദ്ദേഹം അത് പാംപ്ലാനിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, സഭയുടെ അഭിപ്രായമല്ല എന്ന് തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ സഭയിലെ ഭിന്നതയാണ് നമുക്ക് അതിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോഴും പലർക്കും പാംപ്ലാനി അന്ന് സ്വീകരിച്ച നിലപാടിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിയോജിപ്പ് മുതലെടുക്കുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. സഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായമുള്ള സാഹചര്യത്തിൽ അതിലെ ആ സാഹചര്യം മുതലെടുക്കുക എന്നതാണ് ഇതിലൂടെ, ഈ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ CPM ലക്ഷ്യമിടുന്നത്. അതാണ് നടന്നു വരുന്നത്. ഇപ്പോഴും ആ തരത്തിൽ സഭയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ നമുക്കറിയാം, കന്യാസ്ത്രീകൾ 9 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് അവർക്ക് ജാമ്യം ലഭിക്കുന്നത്. പരസ്യ വിചാരണയ്ക്ക് അവർ സഹിക്കേണ്ടി വന്നു. ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 9ാം ദിവസം അവർക്ക് NIA കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയാണ്. ഇവർ നിരപരാധികളാണ് എന്നത് പല BJP നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞതാണ്. ഇവർക്ക് ജാമ്യം ലഭിച്ചത് കോടതിയുടെ ഭാഗത്തു നിന്നാണ്, നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നാണ് ജാമ്യം ലഭിക്കുന്നത്. അത് ഏതെങ്കിലും ഭരണകൂടത്തിന്റെ ഔദാര്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ ഭരണകൂട നേതൃത്വങ്ങൾക്ക്, അതിന് നേതൃത്വം നൽകുന്നവർക്ക് നന്ദി അറിയിക്കുന്നതിലൂടെ ഭരണകൂടത്തിന്റെ ഏതോ ഔദാര്യത്തിലൂടെ ജാമ്യം ലഭിച്ചു എന്ന ഒരു തോന്നലാണ് പാംപ്ലാനി പിതാവിന്റെ പ്രസ്താവന ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഔദാര്യമല്ല, ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന ബോധമുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ CPM-ഉം
സഭയും തമ്മിൽ ഇപ്പോൾ ഉള്ളൂ എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും അതിനകത്ത് ചില വിയോജിപ്പുകൾ സഭയ്ക്കുള്ളിൽ കൂടിയുള്ള സാഹചര്യത്തിലാണ് ഇത്തരം തുറന്ന പ്രസ്താവനകളുമായി നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നത് എന്നത് മനസ്സിലാക്കാം.